ഇന്നസെന്റ് ചേട്ടനെ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ കുറച്ച് അവാർഡുകൾ ഈ അടുത്തിടയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ബഹ്റിൻ വോർക്ക അവാർഡ്, പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം എനിക്ക് കിട്ടി. അതിനുശേഷം എനിക്ക് കിട്ടിയത് അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നെനിക്ക് വേണമെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആവരുത് എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. പക്ഷേ ഇന്നസെന്റ് ഏട്ടൻ മരിച്ചതിന് ശേഷം ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ മണിയാശാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, മുഴുനീള കഥാപാത്രമാണ്, അത് ഡബ് ചെയ്തു. എന്താ പറയുക, അത് പ്രേക്ഷകരുടെ ഒരു പ്രത്യേക അനുമോദനം നമുക്ക് കിട്ടി. അത് മാത്രമല്ല, ഞാനത് ചെയ്യുമ്പോൾ ഇന്നസെൻ്റിൻ്റെ ഒരു ആത്മാവ് എൻ്റെ കൂടെ ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഒരുപാട് നിരൂപകരൊക്കെ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. അതിന് ദൈവത്തിനോട് പ്രത്യേകം നന്ദി. അത് മാത്രമല്ല, ഇന്നസെൻ്റിൻ്റെ വീട്ടുകാർ അത് വിളിച്ച് വളരെയധികം അഭിപ്രായം പറഞ്ഞു. അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. സാധാരണ ഈ ഇന്നസെന്റ് ചേട്ടന്റെ കോമഡി വോയിസുകളാണ് മിക്കവരും അനുകരിക്കുന്നത്. അതെ അതെ അതെ. ഇതിൽ ഒരു മദ്യപാനിയുടെ അദ്ദേഹം മദ്യപിച്ച് അഭിനയിക്കുമ്പോൾ അതെല്ലാം പല അതായത് ഈ ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമയിൽ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സോണറ്റ് ഒരു ദിവസം ചോദിച്ചു, അപ്പച്ചൻ എന്തെങ്കിലും അതിൽ ഡബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അവർക്കത് അപ്പോൾ പറഞ്ഞില്ല, അത് ജോഷി തന്നെ അത് ഡബ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞില്ല അത് എന്ന് പറഞ്ഞു. അപ്പം അതൊരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു നമ്മുടെ കൂടെ ഉള്ള, അതായത് വർഷങ്ങളായിട്ട് ഇന്നസെൻ്റ് എന്ന് പറയുന്നൊരു നടനില്ലെങ്കിൽ കലാഭവൻ ജോഷി എന്ന് പറയുന്ന ഒരാളില്ല. കാരണം ആ ഇന്നസെൻ്റ് തന്നെയാണ് എനിക്ക് എന്തെല്ലാം വഴികൾ ഉണ്ടാക്കിയിട്ടുള്ളോ അത് ഒക്കത്തിനും കാരണം ഇന്നസെൻ്റ് ആണ്. ഇന്നസെന്റ് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഇന്നസെന്റ് ചേട്ടനെ അനുകരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ ജോഷി തന്നെ. തീർച്ചയായിട്ടും. ഞാൻ ചിലവർക്ക് അങ്ങനെ ഒരു നിമിത്തമാണ് അങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല മനോജ, ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നസെന്റ് ഏട്ടൻ ജനിച്ച ഫെബ്രുവരി 28 തന്നെയാണ് ഞാനും ജനിച്ചത്. അതൊക്കെ പിന്നീട് അറിയുമ്പോഴാണ് നമുക്കൊരു അത്ഭുതം ഫീൽ ചെയ്യുന്നത്. അത് തന്നെയല്ലേ അവസാനം പോയപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാനും എനിക്ക് സാധിച്ചത്. അത് എവിടെയൊക്കെയോ ദൈവം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ. തീർച്ചയായും ജീവിതത്തിൽ എന്ത് നന്മകൾ അല്ലെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ഇന്നസെൻ്റിൻ്റെ ഒരു ആ ഒരു ഇപ്പോഴും നമ്മൾ പല വെർഷൻസുകൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാൽ? നമ്മൾ കണ്ടുമുട്ടുന്നത് ഓണത്തിണിക്ക് കൂട്ടുകച്ചവടം 7ാം ഭാഗത്തിനാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ആ ഒരു ബന്ധം നമ്മൾ ശരിക്ക് നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ മനോജിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാൽ അറിയാമോ? സെഞ്ചുറിയുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പ്രോഗ്രാമിന് നീ ഷോക്കാടും ചുരുട്ടിപ്പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പന്റെ സ്വന്തം കിങ്ങിണിക്കുട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഒരു അന്ന് നാടകമാണോ? നാടകം. അത് മണികണ്ഠൻ ആണ് മനോജിന്റെ അന്ന് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന മണികണ്ഠനുണ്ട്, കലാപം മണികണ്ഠൻ. ആള് എഴുതിയ ഒരു ഡ്രാമയായിരുന്നു. ആ ഡ്രാമയിലും ഞാൻ ശങ്കരനാരായണപിള്ള എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. അത് ഇന്നസെൻ്റ് ആയിരുന്നു മുഴുവൻ. ഓക്കെ. അങ്ങനെയാണ്. അപ്പം ഞാൻ മിമിക്രി ഞാൻ ചെയ്തിട്ടില്ലെന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിമിക്രി, എനിക്ക് 95 ആദ്യമായിട്ട് നമ്മൾ മിമിക്രി ചെയ്യുന്നു. അവിടെ നമ്മുടെ ഒരു ഉദയം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആ കണ്ടത്തില് രഘു ആണ് എന്നെ കളമശ്ശേരി രഘുവാണ് എന്നെ കണ്ടെത്തണത്. അതൊരു വലിയൊരു. പക്ഷെ അന്നും നമ്മൾ ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും നീ ഒരുപാട് പെർഫെക്ഷന് വേണ്ടി കഷ്ടപ്പെടില്ല. അത് അങ്ങനെ മാറ്റി അതെ ആ ഒരു 2 ശൈലിയായിരുന്നു. ദിലീപേട്ടൻ്റെ ഒരു ശൈലി, എൻ്റെ വേറൊരു. അല്ല, അത്രയും കാലം കേട്ടുകൊണ്ടിരുന്നത് ദിലീപേട്ടൻ്റെ ഇന്നസെന്റിനെ ആയിരുന്നു. അതെ. പെട്ടെന്നാണ് ജോഷി കലാഭവൻ പുട്ടുകച്ചവടത്തിലൂടെ ഇന്നസെന്റിനെ. അതെ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കാസറ്റ് അറിയാം. വിളിക്കുമ്പോഴൊക്കെ തിരക്കാം. കാരണം ആ സ്റ്റുഡിയോയിലാണ്, ഈ സ്റ്റുഡിയോയിലാണ് ഇന്നസെന്റിന്റെ പരസ്യങ്ങൾ, ഒരുപാട് പരസ്യങ്ങൾ, അന്ന് റേഡിയോ പരസ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിക്ക് അതെ. അതായത് അന്നത്തെ ഒരു വലിച്ചിലും ഇതൊക്കെ ആയിരുന്നില്ല. ഇങ്ങനെ ആ ചിരിയും, ദിലീപേട്ടന് അന്നൊരു ചിരിയൊക്കെ എടുക്കും. അത് പിന്നെ പലരും അനുകരിക്കാറുണ്ടായിരുന്നു. ഇന്നസെന്റ് യഥാർത്ഥ ഒരു സാധനങ്ങൾ ജോഷിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ പറയില്ലേ, ഇപ്പൊ ശബ്ദമൊക്കെ താനിത് എവിടെ പോയി കിടക്കാടോ, ചിരി അങ്ങനെ. അത് ആ സമയത്തുള്ള. പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ
വോയിസിൽ മോഡുലേഷൻ ഇന്നസെൻ്റ് തന്നെ വന്നപ്പോൾ നമ്മൾ ആ ഒരു ശൈലിയിൽ നമ്മളത് ചെയ്യാൻ നോക്കി. ഒന്ന് രണ്ട് പ്രോഗ്രാംസുകളൊക്കെ നല്ലൊരു ഹിറ്റായിട്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റിപ്പീറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതവിടെ തന്നെ ഇങ്ങനെ നടന്നു പോട്ടെ. ഇന്നസെന്റ് ഏട്ടന്റെ ഇന്റർവ്യൂവിൽ പറയുന്നതും സാധാ രീതിയിൽ പറയുന്നതും ഒക്കെ ജോഷി പല വേർഷനുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എപ്പോഴും ഇപ്പോൾ പറയില്ലേ, ഒരു സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഇയാളെ കാണാൻ വന്നപ്പോൾ അയാളോട് മറ്റാളൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു അതങ്ങനെയാകും വഴിയില്ല, ഇല്ലെങ്കിൽ അയാളുടെ കാലുകൾ പിടിച്ചു. ഈ ഒരു അത്രയും നോർമലി സാധനങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ഒരു നായർ തറവാടിൻ്റെ ഒക്കെ ഒരു അങ്ങനെയൊക്കെ ആകുമ്പോൾ ആള് ആരാവിടെ ഇയാളോട് ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ കഴിക്കില്ല, എൻ്റെ അമ്മ കഴിക്കും, പെറ്റ തള്ളയ്ക്ക് തുള്ളി തരാത്ത തെണ്ടി അടിച്ചു മോളെ. അയ്യോ, പല 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 രീതിയിലുള്ള പല സാധനങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ അതാണ്. അതായത് പ്രാഞ്ചേട്ടന് പറയുന്നുണ്ട്, ഒരു ഹിന്ദുവിന് ഒരു നസ്രാണി തല്ലിന്ന് ഞാൻ പറയില്ല എന്ന് പറയുന്ന. അതായത് ഈ ചില ശൈലികൾ ആൾ കൊണ്ടുവരുന്നത് ഭയങ്കര, അതൊരു ഇന്നസെൻ്റ് ആയിട്ട് ഒരു ലെജൻഡാണ്. തീർച്ചയായിട്ടും എത്രയോ ഒരു ഒരു തമാശക്കാരൻ എന്ന രീതിയല്ല ഇന്നസെൻ്റ് ഈസ് ലെജൻഡ്, ഒരു ആക്ടറാണ്. അടിപൊളി. അത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.